ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബോംബെ സ്റ്റൈൽ ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഒരു ബൗളിലോട്ട് 1 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലോർ തന്നെയാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് പിന്നെ ഒരു 1/3 കപ്പ് സാധാ നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട നട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാമാണ്. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് നോർമൽ വാട്ടർ തന്നെ. ഇനി ഇതിലോട്ട് ഒരു 2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ വെള്ളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് തുടങ്ങിയാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ കോൺഫ്ലവർ കുക്കായി തുടങ്ങുമ്പോൾ ഇത് ടൈറ്റായി തുടങ്ങും. അപ്പോൾ ഇത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. അടിയിൽ കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്താൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ, നമ്മുടെ കയ്യിലുള്ള കളർ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നിങ്ങളുടെ കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 2-3 ഡ്രോപ്പ് മാംഗോ എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഹൽവയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുക വേണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മളിതിങ്ങനെ പൊന്തിച്ച് താഴോട്ട് ഇടുന്ന സമയത്ത് അത് മുറുകി വീഴണം. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിൻ്റെ അടിയിൽ ആദ്യം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത ശേഷം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മേൽവശം ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാൽ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഹൽവ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് സെറ്റാവാൻ ഫ്രിഡ്ജിലൊന്നും വയ്ക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക.